എന്റെ മകനെ നിങ്ങളുടെ മകളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന്. അതിനിപ്പോ എന്താ കുഴപ്പം? എന്റെ മകളെ കല്യാണം കഴിക്കാനുള്ള യോഗ്യതയൊക്കെ ദീപകനുണ്ടല്ലോ. മാടപ്പള്ളിയുടെ ജനനായകൻ പ്രതാപവർമ്മ കി ജയ്. വികസന നായകൻ കി ജയ്. പ്രതാപവർമ്മ 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 കി ജയ്. എന്താ? ഞാന് ആപ്ലിക്കേഷൻ പിന്നെ സമർപ്പിച്ചോളാം. പൊടിയാടി സാറേ. പ്രതാപവർമ്മ കി ജയ്. 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 എന്താണെന്താ നോമിനേഷൻ സമർപ്പിക്കുന്നില്ലേ? ഒരു അപശകുനം. നാളെ സമർപ്പിക്കാന്ന് കരുതി. ആരംഭിക്കുന്നതിന് മുമ്പ് അവസാനിപ്പിക്കുകയാണോ? ഇത് ധർമ്മയുദ്ധമല്ലേ പ്രതാപവർമ്മേ? ധർമ്മത്തിന്റെ സനാതനമായ നിലനിൽപ്പിനു വേണ്ടി ഈ അനന്തംപിള്ള എന്തും ചെയ്യും. ഇലക്ഷൻ പ്രമാണിച്ച് അനന്തൻ എന്തും ചെയ്യുമെന്ന് ഈ പ്രതാപവർമ്മയ്ക്കറിയാം. തുടങ്ങിക്കോ, ഞാൻ തയ്യാറാ. അല്പം നാടകീയമായി പറഞ്ഞേക്കാം. കിഴക്ക് സൂര്യൻ ഉദിച്ചു, അന്ധകാരം അവസാനിച്ചു. എന്നാ യഥാർത്ഥ ഇരുട്ട് ഇപ്പോഴാ തുടങ്ങുന്നത്. ധർമ്മവും അധർമ്മവും ഏറ്റുമുട്ടാൻ ഒരുങ്ങുന്ന ഈ വിധി ചരിത്രത്തിൽ കുറിക്കപ്പെടും. ആനന്ദംപിള്ള ചമ്മി നാറി വരുന്നുണ്ട്. പാവം ഭയന്നു പോയി കാണും. നിക്ക് സാറേ, അങ്ങനെ പോവല്ലേ. എന്താടാ ചോദിക്കട്ടെ? എന്താടാ ഇത്ര ചോദിക്കാനുള്ളേ? സാറ് പേടിച്ചിട്ട് പോവാണോ? ഞാന് എന്തിന്? ആരെ പേടിക്കണം? പോടാ അവിടുന്ന്. പോയി വേറെ പോലെ പണിയും നോക്ക്. എന്റെ പുറകെ നടന്ന് ചൊറിയാതെ. വർമ്മ സാറാണ് തന്റെ ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥിയെന്ന് അറിഞ്ഞപ്പോ മുട്ടു വിറച്ചു അല്ലേ? അതോ വേറെ വല്ലതും സംഭവിച്ചോ? നിർത്തടാ. നിന്റെ വർമ്മ സാറിനെ കണ്ട് പേടിക്കുന്നവനല്ല ഈ അനന്തംപിള്ള. അവന്റെ ഒരു വർമ്മ സാറ്. പിന്നെന്താ, നോമിനേഷൻ സമർപ്പിക്കാൻ വന്ന അനന്തംപിള്ള സാറ് അത് സമർപ്പിക്കാതെ പോകുന്ന? എനിക്ക് സൗകര്യമില്ല. നീ ആരാണ് അതൊക്കെ ചോദിക്കാൻ? അതല്ലേ പറഞ്ഞത്, നിങ്ങളെ പേടിച്ചിട്ട് ഒളിച്ചോടി പോവാണെന്ന്. നീ ബ്രഹ്മശിരാസ്ത്രം എന്ന് കേട്ടിട്ടുണ്ടോ? ബ്രഹ്മാസ്ത്രം എന്നും പറയും. അതെങ്ങനെ കേക്കാൻ? അതിനൊക്കെ നിനക്കൊക്കെ വിവരം വേണ്ടേ? തന്റെ തലയിൽ നിറയെ വിവരാവകാശ കമ്മീഷൻ ആണല്ലോ. താൻ തന്നെ പറ. പണ്ട് പാണ്ഡവപ്പട കുടീരങ്ങളിലെ തീവയ്പും കഴിഞ്ഞ് യുദ്ധത്തിന്റെ അവസാനം ഉത്തരയുടെ ഗർഭപാത്രത്തിൽ അശുദ്ധാത്മാവ് ഒരു ബ്രഹ്മാസ്ത്രം കൊടുത്തു. വ്യാസമഹർഷിയും പറഞ്ഞു, കൃഷ്ണനും പറഞ്ഞു അശാത്താത്മാവിനോട് അത് പിൻവലിക്കാൻ. പക്ഷേ ദ്രോണപുത്രൻ അത് പിൻവലിച്ചില്ല. നിന്റെ അച്ഛൻ പ്രതാപവർമ്മയ്ക്ക് ഞാൻ കരുതി വച്ചിരിക്കുന്നതേ അതുപോലൊരു ബ്രഹ്മാസ്ത്രമാ. താൻ ഏതൊക്കെ അസ്ത്രം തൊടുത്താലും വർമ്മ സാറിന്റെ നേരെ അത് വരുന്നതിന് മുൻപ് ഈ രാജുവും ഋതികയും കൂടി തടഞ്ഞിരിക്കും. മനസ്സിലായോ? അയാളൊരു പുരാണ കഥയും കൊണ്ട് വന്നിരിക്കുന്നു. താൻ ഈ ഇലക്ഷന് എവിടെ മത്സരിച്ചാലും താൻ തോൽക്കും. തന്നെ ഞങ്ങള് തോൽപ്പിച്ചിരിക്കും. ഞാൻ ഈ ഇലക്ഷനിൽ മത്സരിക്കും, ജയിക്കും, CM ആവും. മനസ്സിലായോടാ? അഥവാ തോറ്റാൽ വനവാസത്തിന് പോകുന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ തോറ്റാൽ ഈ അനന്തംപിള്ള
എന്റെ തലമുടിയും മീശയും താടിയും എടുത്തിരിക്കും. മനസ്സിലായോടാ? ഉം. അങ്ങനെ ഇയാളെ നമുക്ക് വികൃത രൂപിയായിട്ട് കാണാം. ആ കേറി വാ. മടിക്കാതെ കേറി വാ. ഇരിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഇരിക്കാതെ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഇരിക്കടാ. പരിഭവങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാം അമ്പികേ. ഇത് പൊളിറ്റിക്സ് ആണ്. പരിഭവിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് അതിനെ നേരം കാണും. ആ ജഗന്നാഥനെ വെടിവെച്ച് കൊന്നത് അംബിക ഒരു കൂട്ടുകാരിയോടൊപ്പമായിരുന്നു. പ്രതാപവർമ്മയെ ബോംബ് ചെയ്ത് വീഴ്ത്തിയത് യവനാണെന്ന് ഞാൻ പോലീസിന് മൊഴി കൊടുക്കും. തെളിവ് എന്റെ കയ്യിൽ ഉണ്ടടാ ദീപക് മോനെ. അല്ലെങ്കിൽ തന്നെ ആർക്കാ പരിഭവം അനന്തംപിള്ളേ? ആത്മാർത്ഥതയൊക്കെ മടക്കി വീട്ടിലെ മേശയ്ക്കകത്ത് വെച്ചാ മതി. യു ആർ അബ്സല്യൂട്ട്ലി കറക്റ്റ്. പക്ഷേ എനിക്ക് അംബികയോടും ദീപകിനോടും പ്രത്യേക സ്നേഹമുണ്ടെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാമല്ലോ. അതൊക്കെ അറിയാം. പ്രത്യേക സ്നേഹമൊക്കെ അവിടെ നിൽക്കട്ടെ, കാര്യം പറയ്. ഞാൻ നോമിനേഷൻ പത്രിക സമർപ്പിക്കാതിരുന്നത് ദീപകിന്റെ കാര്യം കഴിഞ്ഞിട്ട് മതി എന്നുള്ളത് കൊണ്ടാണ്. അനന്തംപിള്ളേ, ഉപചാര വാക്കുകളൊന്നും വേണ്ട. പ്രതാപന്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് നമുക്ക് ദീപകിനെ നിർത്താം. ഓ ഗുഡ്, നൈസ്. പക്ഷേ അതിലൊരു ഡീലുണ്ട്. ആദ്യം ആ ഡീല് സംസാരിക്ക്. ഡീലേ നിങ്ങൾ സംസാരിക്കും. എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ അംഗീകരിക്കാം. ഞാൻ സംസാരിക്കട്ടെ? സംസാരിക്കണമല്ലോ. അനന്തംപിള്ള പല പ്രാവശ്യം പറഞ്ഞ് മോഹിപ്പിച്ചതാ. എന്റെ മകനെ നിങ്ങളുടെ മകളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന്. അതിനിപ്പോ എന്താ കുഴപ്പം? എന്റെ മകളെ കല്യാണം കഴിക്കാനുള്ള യോഗ്യതയൊക്കെ ദീപകനുണ്ടല്ലോ. എനിക്ക് സമ്മതമാ. പക്ഷേ അതുമാത്രം പോരല്ലോ. ഇനിയുണ്ടോ ഡിമാൻഡ്? ഒരു ഡിമാൻഡ് കൂടിയുണ്ട്. ഓ, എന്താ? അനന്തംപിള്ളയുടെ മകളുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം ഇവന്റെ പേരിൽ എഴുതി വെക്കണം.